അന്നെല്ലാരും കൂടെ അങ്ങോട്ട് വന്നാൽ പോരെ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങളുടെ അവകാശവുമാണ്. എല്ലായിടത്തും പെൺവീട്ടിൽ വെച്ച് നടത്തുന്ന ചടങ്ങ് തന്നെയാ അത്. അതെ. അർച്ചനയും കുഞ്ഞും ഇപ്പൊ ഇവിടെയാണല്ലോ. ഈ ചടങ്ങ് നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാ പോരെ? അത് അർച്ചന എന്തു പറയുന്നു? എവിടെ വെച്ച് നടത്തിയാലും എനിക്ക് സന്തോഷം. ഇതിന്റെ പേരില് ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നെല്ലിശ്ശേരിയും വൃന്ദാവനവും രണ്ടും നമുക്ക് ഒരുപോലെയല്ലേ? ഒരു വേർതിരിവും നമ്മുടെ രണ്ട് വീടുകളും തമ്മിലില്ല. അത് അർച്ചനയെ എന്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതറിയാം. ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്താൻ നിങ്ങൾ സമ്മതിക്കണം. കമലയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അയ്യോ അയ്യോ, അർച്ചനയോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പകരമായി അവളെ ഹോസ്പിറ്റലിൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. സത്യം പറഞ്ഞ അന്ന് അവൾ ആശുപത്രിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നപ്പോ എനിക്ക് വലിയ വിഷമമായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന വലിയ സങ്കടമായിരുന്നു. എന്റെ ഈ ആഗ്രഹമെങ്കിലും കമല അനുവദിച്ചു തരണം. അങ്കിള് പറയുന്നത് ശരിയാണ് അല്ലേ അമ്മേ? അനുപേട്ടന് എന്ത് തോന്നുന്നു? ഞാനെന്ത് പറയാനാ, അമ്മ തീരുമാനിക്കട്ടെ. അല്ല, ഞാനിനിയിപ്പൊ എന്ത് തീരുമാനിക്കാനാ? സേതുവേട്ടന് ഇഷ്ടം അതാണെങ്കിൽ പിന്നെ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എനിക്കതിലൊരു പ്രയാസവും ഇല്ല. കൊള്ളാം. അമ്മ ഒറ്റയടിക്ക് കാല് മാറിക്കോടി. ഇന്നലെ രാത്രി അവിടെ എന്തൊക്കെ ബഹളായിരുന്നു എന്നറിയോ? അയ്യോ, വെറുതെ. ഇപ്പൊ ഇവിടെ വന്ന് അങ്കിളിനോട് സംസാരിച്ചപ്പോ ദാ നടക്കുന്നു. അഭിപ്രായം ഇരുമ്പൊലക്കല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെ. ആ, അമ്മയെ വല്ല തെരഞ്ഞെടുപ്പിലും കൊണ്ട് നിർത്തണം. എവിടെയാണെങ്കിലും ജയിച്ചോളൂ. കമലയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാ ഇതിനെ സമ്മതിച്ചത്. അതെ. അതിന് കമലയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ, അതൊന്നും വേണ്ട. ഇങ്ങനെ പുകഴ്ത്തല്ലേ അച്ഛാ, അമ്മേ ആകാശം മുട്ടിപ്പോവും. നീ എന്ന് പോടി. അല്ലെങ്കിൽ എനിക്ക് നല്ല മനസ്സാന്ന് ആർക്കാ അറിയാത്തത് അല്ലേ? അല്ല, തീരുമാനങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കിയൊക്കെ സദ്യ കഴിഞ്ഞിട്ടോ? മതി. അതിനിടയ്ക്ക് സദ്യ റെഡിയായോ? ഇവിടെ എല്ലാം റെഡിയാ, നിങ്ങൾ വന്ന് കഴിച്ചാ മാത്രം മതി. അല്ല, പിള്ളേരൊക്കെ എവിടെ? ചോറ് കൊടുക്കുന്ന മാത്രമല്ലേ നടത്താറുള്ളൂ. അല്ല, ഇൻക്യുബേറ്റർ ഇരുന്നോണ്ട് 28 ദിവസം കഴിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ഇനിയും എവിടെ വെച്ചോണല്ലേ നടത്താം. ഞാനൊന്നും പറയുന്നില്ല. എല്ലാം സേതുവേട്ടന് ഇഷ്ടം അനുസരിച്ച് നടക്കട്ടെ. ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? എന്തായിരുന്നു അംഗം?
ഇവിടെ വന്നപ്പോ മല പോലെ വന്നത് എലി പോലെയായി. ഇപ്പൊ അങ്കിള് പറയുന്ന വേദവാക്യം. അമ്മയുടെ സ്വഭാവം അനൂപേട്ടൻ അറിയില്ലേ? ആദ്യമൊക്കെ ബഹളം വെക്കും, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സേതുവെങ്കിള് പറയുമ്പോ അതങ്ങോട്ട് അംഗീകരിക്കും. സേതുവേട്ടൻ അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് പിന്നെ എതിർത്ത് പറയാൻ പറ്റുമോ? അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട. എന്നാ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി തീരുമാനിക്കാം. ഉടൻ തന്നെ ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഇവിടെ വെച്ച് തന്നെ കുഞ്ഞിന്റെ നൂല് കെട്ട് നടത്തുന്നു. ആ, അത് കഴിഞ്ഞ് അന്ന് തന്നെ പെരുവണ്ണാപുരത്തപ്പന്റെ മുൻപിൽ സച്ചി അർച്ചനയുടെ കഴുത്തിൽ ആ താലി അങ്ങ് കെട്ടിക്കൊടുക്കും. അത് കൊള്ളാം. എന്താ, സമ്മതിച്ചോ? എനിക്കെന്തായാലും സമ്മതം. ഞങ്ങൾക്കും സമ്മതക്കുറവൊന്നുമില്ല, അല്ലേ സച്ചേട്ടാ? ഞാൻ ഇപ്പൊ ആണെങ്കിലും റെഡിയാ. ഇവരുടെ താലികെട്ട് മിക്കവാറും വൈറലാകും. അല്ല, സകല വ്ലോഗർമാരും കണ്ടന്റ് നോക്കി നടക്കുക. ഇതറിഞ്ഞ അവരെ ഓടിയെത്തും. ഇന്നത്തെ സദ്യക്ക് ഒരു ഇരട്ടി മധുരമുണ്ട്, അല്ലേ കമലേ? അതെ അതെ. ആ മോളെ, നീ ആ പായസം കുറച്ചിങ്ങോട്ട് ഒഴിച്ചേ. അതെ, അമ്മയ്ക്ക് അധികം കൊടുക്കണ്ട, ഷുഗർ ഉള്ളതാ. അയ്യ പൊടി, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ഇങ്ങോട്ട് ഒഴിക്കും മോളെ.